അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഗ്നിയാരാധകനായ ഒരു മനുഷ്യൻ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്നു. വിശക്കുന്നുണ്ട്, ഒരൽപ്പം ഭക്ഷണം തരുമോ എന്നയാൾ യാചിച്ചു. അഗ്നിയാരാധകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം മുസ്ലിമാകൂ, ഇസ്ലാമിലേക്ക് കടന്നു വരൂ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകാം എന്ന് പറഞ്ഞു. മതം മാറിയിട്ട് അങ്ങയുടെ ഭക്ഷണം എനിക്ക് വേണ്ട എന്നയാൾ പ്രതിവചിക്കുകയും അയാൾ മടങ്ങിപ്പോവുകയും ചെയ്തു. ഉടനെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദിവ്യബോധനം വരികയാണ്. ഇബ്രാഹിം നബി അങ്ങു ചെയ്തത് ശരിയായില്ല. കഴിഞ്ഞ 70 വർഷക്കാലമായി അയാൾക്ക് ഞാൻ അന്നം നൽകിക്കൊണ്ടിരിക്കുന്നു. അയാൾ അയാളുടെ മതത്തിലായിരിക്കെ തന്നെ ഞാൻ അയാൾക്കൊരു കുറവും വരുത്താതെ എല്ലാ ആനുകൂല്യങ്ങളും പ്രകൃതിയുടെ എല്ലാ ഔദാര്യങ്ങളും ഞാൻ അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു നേരത്തെ അന്നം തേടി വന്നപ്പോൾ മതം മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭക്ഷണം നൽകൂ എന്ന് അങ്ങ് ഡിമാൻഡ് ചെയ്തത് തീരെ ശരിയായില്ല എന്ന് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ ഖേദം കൊണ്ട് മടക്കി അയച്ച അഗ്നിയാരാധകനെ തെരഞ്ഞു പോവുകയും അയാളെ കണ്ടുപിടിക്കുകയും തിരികെ കൊണ്ടുവന്ന് അയാൾക്ക് അന്നമുട്ടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ഒരു രീതിയിലുള്ള പ്രതികരണത്തിന്, അങ്ങയുടെ മനം മാറ്റത്തിന് എന്താണ് കാരണം? അദ്ദേഹം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വഹീനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മജൂസിയായ അഗ്നിയാരാധകനായ ആ മനുഷ്യൻ പറഞ്ഞു, ഇതാണ് ഇസ്ലാമെങ്കിൽ എനിക്കും ആ ഇസ്ലാം നിങ്ങൾ പറഞ്ഞു തരൂ. അദ്ദേഹം മുസ്ലിമായി എന്ന് ഇമാം ഖസാലി തങ്ങൾ തൻ്റെ ഇഹ്യായിൽ രേഖപ്പെടുത്തി വച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചുറ്റുപാടുമുള്ളവരോട് ജാതി മത കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി സ്നേഹബന്ധം പുലർത്താനും അവരുമായി സഹവർത്തിത്വത്തിൽ ഏർപ്പെടാനും നമുക്ക് സാധിക്കണം. എല്ലാവരുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത, കലഹങ്ങളില്ലാത്ത, പകകളില്ലാത്ത നല്ല ഒരു സമൂഹത്തെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ വാർത്തെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. സുപ്രഭാതം.